Solve the differential equation using Renji-Gutta method. dy by dx equals x minus y with initial condition y of 0 equals 1 and h equals 0.1. ഇതിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. 4 സ്ലോപ്സ് കണ്ടുപിടിക്കാനുണ്ട്, k1, k2, k3 ആൻഡ് k4. ശേഷമാണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. k1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, k2 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു വൈ നോട്ട് പ്ലസ് എച്ച് ബൈ ടു k1, k3 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ബൈ ടു വൈ നോട്ട് പ്ലസ് എച്ച് ബൈ ടു k2, k4 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് വൈ നോട്ട് പ്ലസ് എച്ച് k3. പിന്നെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വൈ നോട്ട് പ്ലസ് എച്ച് ബൈ 6 ഇൻറ്റു k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4. എച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് പോയിൻറ്റ്സ് ഇൻ ദ മെത്തേഡ്. ഫസ്റ്റ് കേസിൽ എക്സ് നോട്ട് ഈക്വൽസ് 0 വൈ നോട്ട് ഈക്വൽസ് 1 ആണെങ്കിൽ k1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -1 കിട്ടും. അതുപോലെ k2ൻ്റെ വാല്യൂ -0.9, k3 ഈക്വൽസ് -0.905 ആൻഡ് k4 ഈക്വൽസ് -0.8095. ദെൻ y1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. y1 ഈക്വൽസ് വൈ നോട്ട് പ്ലസ് എച്ച് ബൈ 6 ഇൻറ്റു k1 2k2 പ്ലസ് 2k3 പ്ലസ് k4 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.9097 എന്ന വാല്യൂ കിട്ടും. സെക്കൻഡ് കേസ് x1 ഈക്വൽസ് 0.1 y1 ഈക്വൽസ് 0.9097 ആണെങ്കിൽ k1ൻ്റെ വാല്യൂ -0.807, k2 ഈക്വൽസ് -0.7192, k3 ഈക്വൽസ് -0.7237, k4 ഈക്വൽസ് -0.6373 ആൻഡ് ഓൾസോ y2 ഈക്വൽസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.8375. Third case x2 equals 0.2, y2 equals 0.8375. k1 കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.6375 കിട്ടും. k2 ഈക്വൽസ് -0.556, k3 ഈക്വൽസ് -0.5597, k4 ഈക്വൽസ് -0.4815, y3 ഈക്വൽസ് 0.7817.